സംഘർഷാവസ്ഥ അവസാനിക്കുന്നില്ല. ഇന്ത്യ വീണ്ടും ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് അയച്ചു. ശരിയാണോ? ശരിയാണെന്ന് പാകിസ്ഥാനിലെ ഒരുപാട് ജനങ്ങൾ വിശ്വസിച്ചു. സംഭവം നടന്നത് ഇന്നലെയാണ്. ഇന്നലെ പാകിസ്ഥാനിലെ ദേരാബുക്തി ജില്ലയിലെ ഒരു സിവിലിയൻ പ്രദേശത്ത് ഒരു കൂറ്റൻ മിസൈൽ വന്നു വീണു. മിസൈൽ വീണു, വലിയ സ്ഫോടനം ഉണ്ടായി, ആളുകൾ ഇറങ്ങി ഓടി. ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നു, ബ്രഹ്മോസ് വരികയാണ്, ഓടിക്കോ രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചവറ് പോലെ ഓടി, ചന്നപ്പിന്നം ഓടി. ഭയങ്കരമായ ഭീകരാവസ്ഥ, ചിലയിടത്തൊക്കെ അപായ സേറനൊക്കെ മുഴങ്ങി. അപ്പോൾ യുദ്ധം തുടങ്ങി. വീണ്ടും ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നു. വീണത് ബ്രഹ്മോസാണ്. കാരണം അത്ര ഭീകരമായ സ്ഫോടനം ഉണ്ടായി. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ദേരാഗാസി ഖാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദേരാഗാസി ഖാനിൽ രക്ഷാനി എന്ന് പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാൻ്റെ ഒരു ആണവ റിയാക്ടറുണ്ട്. ആണവ റിയാക്ടർ എന്ന് പറഞ്ഞാൽ അണുബോംബ് ഉണ്ടാക്കുന്ന സ്ഥലമല്ല, അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ വൈദ്യുത നിലയങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തും പലയിടത്തും ഉണ്ടല്ലോ, തമിഴ്നാട്ടിലുണ്ട്, കൽപ്പാക്കം എന്നൊക്കെ പറയുന്ന പോലെയുള്ള നമ്മുടെ മറ്റു ആണവ റിയാക്ടർ എല്ലാം അണുബോംബല്ല. അപ്പോൾ തെറ്റിദ്ധാരണ വേണ്ട. അതിന് സമീപത്ത് രക്ഷാനിക്കടുത്ത് ആണ് ഈ സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ എന്നിട്ട് മാത്രമല്ല, ചില സാധനങ്ങൾ വന്നിട്ട് മിസൈലിൻ്റെ ഭാഗങ്ങൾക്ക് ബലൂചിസ്ഥാൻ മേഖലയിൽ വീണു. അപ്പോൾ കാര്യമായി ആളുകൾ സംശയിച്ചു, ഇന്ത്യ വീണ്ടും ആക്രമണം നടത്തി. സത്യത്തിൽ എന്താ നടന്നതെന്നറിയാമോ? പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ പറ്റുന്ന, ആണവശേഷി വഹിക്കാൻ പറ്റുന്ന മിസൈൽ ഷഹീൻ 3 ബാലിസ്റ്റിക് മിസൈലാണ്. അതവർ പരീക്ഷിച്ചതാണ്. ലക്ഷ്യമില്ല, മുകളിലോട്ട് വിട്ട സാധനം അതേ വേഗത്തിൽ താഴത്തോട്ട് വന്നു, സ്വന്തം മണ്ടയ്ക്ക് തന്നെ വന്നു വീണു. അപ്പോൾ പാകിസ്ഥാൻ, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും പാകിസ്ഥാൻ നേരത്തെ നമുക്കെതിരെ ഒരു മിസൈൽ വിട്ടു. ഒന്ന് വിട്ടപ്പോൾ 2 എണ്ണം 3 എണ്ണം ഒരുമിച്ച് പോകുന്നു. ഇതെല്ലാം കൂടെ അവസാനം അവരുടെ മണ്ടയ്ക്ക് തന്നെ തിരിച്ചു വരുന്ന സ്ഥിരം പരിപാടി പാകിസ്ഥാൻ സംഭവിക്കുന്നുണ്ട്. മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നടന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ ജൂലൈ 22-ാം തീയതി വൈകുന്നേരം വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വേണ്ടി ആണവശേഷിയുള്ള ഇന്ത്യയുടെ ഏതു ഭാഗത്തും ഞങ്ങൾക്ക് പ്രഹരിക്കാൻ കരുത്ത് നൽകുന്നതാണ് ഞങ്ങളുടെ ഷഹീൻ 3 എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് ഈ സാധനം വിട്ടത്. സാധനം പൊങ്ങി അതേപോലെ തലയെ കുത്തി പാകിസ്ഥാൻ്റെ വീണു. അപ്പോൾ ഇതിനകത്ത് വേറൊരു ആക്ഷേപമുണ്ട്. ഈ ബലൂചിസ്ഥാനികൾ സംശയിച്ചു ഇത് പാകിസ്ഥാൻ ബലൂജ് മേഖലയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയാണ്. സത്യത്തിൽ ആദ്യം അങ്ങനെയാണ്. പാകിസ്ഥാൻ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ പട്ടാളവും BLAയും തമ്മിൽ നിരന്തര ഏറ്റുമുട്ടലാണ്. ഈ ഏറ്റുമുട്ടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെടുന്നുണ്ട്. മിക്കവാറും ജയിച്ചു നിൽക്കുന്ന ആരാണ്? BLA. അപ്പോൾ BLAയെ ഒതുക്കാൻ വേണ്ടി പാകിസ്ഥാൻ സ്വന്തം മണ്ണിലേക്ക് മിസൈൽ ആക്രമണം നടത്തി എന്നൊരു പ്രചാരണമാണ് ആദ്യമേ ബലൂജ് മേഖലയിലുണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടു സ്വന്തം കാലിട്ട് പാകിസ്ഥാൻ വെടിവെച്ചതാണ് എന്ന്. അപ്പോൾ പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പാകിസ്ഥാൻ്റെ ആണവശേഷി, ഇന്ത്യ 74 ആണവ സ്ഫോടനം നടത്തിയ ഉടനെ 1 മാസം കഴിഞ്ഞപ്പോഴേ പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പക്ഷേ പിന്നീട് ജോൺ കൊറിയക്കോവ് എന്ന് പറയുന്ന അമേരിക്കൻ ചാര സംഘടനയായ CIA വക്താവ് വന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, പാകിസ്ഥാനിൽ അണുബോംബുണ്ട്, അത് അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്നതാണ്, അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ്റെ കൺട്രോളിലാണ് പാകിസ്ഥാൻ്റെ ആണവായുധം എന്നൊക്കെ പറഞ്ഞു. പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മളാരും പാകിസ്ഥാനിലെ വലിയ ശാസ്ത്രജ്ഞന്മാരെ കേട്ടിട്ടുണ്ട്. ഒരു ഖാനിനെ കുറിച്ച് മാത്രം കേട്ടിട്ടുണ്ട്. ഖാനിനെ കുറിച്ച് പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ്റെ ആണവ പദ്ധതിയുടെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഖാൻ പറയുന്നത്, ഖാൻ വേറെ സ്ഥലത്ത് നിന്ന് ഈ ആണവ രഹസ്യം മോഷ്ടിച്ചുകൊണ്ട് വന്നു എന്നാണ് എഴുതുന്നത്. പിന്നെ മറ്റു രാജ്യത്ത് ചോർത്തി കൊടുത്തു, സ്വന്തം പാകിസ്ഥാൻ തനിക്ക് കിട്ടിയത് വിറ്റ് കാശാക്കി എന്നും പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാബയെ പോലെയോ, ഹോമി ജെ ബാബയെ പോലെയോ, വിക്രം സാരാഭായിയെ പോലെയോ, അബ്ദുൽ കലാമിനെ പോലെയോ ഹിമാലയ തുല്യരായ ആണവ ശാസ്ത്രജ്ഞന്മാരൊന്നുമില്ല. ലോകത്തെമ്പാടും ആണവശേഷി കൈവരിച്ചിട്ടുള്ള രാജ്യങ്ങൾ വ്യോമയാന രംഗത്ത്, ബഹിരാകാശ രംഗത്ത്, മറ്റ് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ വലിയ കുതിച്ചുകയറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കി യുറേനിയത്തിൽ നിന്ന് യുറേനിയം U-235 എന്ന് പറയുന്ന യുറേനിയം ഐസോട്ടോപ്പ് വേർതിരിച്ചെടുത്ത് ആണവശേഷി ഉണ്ടാക്കി അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന, അതിനുള്ള ഏറ്റവും വലിയ ടെക്നോളജി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് സ്വന്തമായി ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാനോ ഒരു ബഹിരാകാശ പദ്ധതി നടപ്പാക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ആണവശേഷി കൈവരിക്കുന്നതിനേക്കാളും കുറഞ്ഞ വിവരവും ബുദ്ധിയും സാങ്കേതിക വിദ്യയും മതി സ്പേസ് ടെക്നോളജിക്ക്. ഏറ്റവും സങ്കീർണമായ പ്രക്രിയയാണ് യുറേനിയത്തിൽ നിന്ന് അതിൻ്റെ സമ്പുഷ്ടീകരിച്ച് ആണവ ആയുധമാക്കാൻ പറ്റുന്ന ഐസോട്ടോപ്പുകൾ വേർതിരിക്കുക എന്നുള്ളത്. അതിന് പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ആണവശേഷി പോരാ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ വിടുന്ന മിസൈലുകളുടെ അവസ്ഥ, ഈ ഷഹീദൊക്കെ എനിക്ക് തോന്നുന്നത് ചൈനയുടെ ഒന്നും സഹായം കൂടാതെ
പാകിസ്ഥാൻ സ്വന്തമായി ഉണ്ടാക്കിയതായിരിക്കണം. പക്ഷെ അവരെപ്പോഴും അഭിമാനിക്കും, ഞങ്ങൾക്ക് ഷഹീദ് ഉണ്ട് എന്ന് പറയുന്നത്. ഷഹീൻ അല്ലേ, ഷഹീൻ മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അഭിമാനിക്കും. അതാണിപ്പോൾ പണ്ടൊക്കെ അവൻ്റെ ഷഹീൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ്. ഷഹീൻ 3 ആണ് ഇപ്പോൾ വിക്ഷേപിച്ചപ്പോൾ പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. ഷഹീൻ 1 ഉണ്ട്, അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ചൈന കൊടുക്കുന്ന ടെക്നോളജിയാണെന്ന് തോന്നുന്നു. പക്ഷേ ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചൈനയുടെ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചപ്പോൾ അത് കുറച്ച് പറന്ന് പൊങ്ങുകയും ചെയ്തു. ഇത് നേരെ വിട്ടവൻ്റെ മൂട്ടിലോട്ട് തന്നെ വന്ന് കയറി. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ വലിയ സൈനിക ശക്തിയായി അവകാശപ്പെടുകയും അവരുടെ വിഖ്യാതമെന്ന് അവർ വലിയ തോതിൽ വിളംബരം ചെയ്ത ഷഹീൻ 3 ദയനീയമായി പരാജയപ്പെട്ടു. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയാക്കില്ല. പാകിസ്ഥാനൊരു ക്ഷീണം ഉണ്ടായാൽ രാഹുൽ ഗാന്ധിക്ക് വിഷമാവുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കണം നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയാണ്. ഷഹീൻ 3 പരീക്ഷണം പാകിസ്ഥാൻ്റെ പരാജയപ്പെട്ടു, സ്വന്തം ജനവാസ കേന്ദ്രങ്ങളിൽ വീണു, ഇന്ത്യ ആക്രമിച്ചതാണെന്ന് കരുതി ജനങ്ങൾ ഓടുകയും ചെയ്തു. ഇത് പാകിസ്ഥാന് പറ്റുന്ന അബദ്ധങ്ങൾ, ഈ അതിഭീകരമായ അവസ്ഥ, ഇത് മിലിറ്ററിയുടെ കാര്യം. ഒരു സിവിലിയൻ രംഗത്തെ സംബന്ധിച്ചൊരു ഭീമാബദ്ധം കേൾക്കണം. ഇപ്പോൾ സിനു ഇവിടുന്ന് ഡൽഹിക്ക് പോകാൻ ഒരു ഫ്ലൈറ്റിൽ കയറി നിൽക്കട്ടെ. സിനു ഫ്ലൈറ്റിൽ കയറി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുമല്ലോ എന്ന് ഫ്ലൈറ്റിൽ കയറി ഒന്ന് മയങ്ങി എണീറ്റ് സിനു നോക്കുമ്പോഴും വിമാനം പറന്നുകൊണ്ടിരിക്കുക. മണിക്കൂർ 4 എന്ത് സംഭവിക്കും? അപ്പോൾ സിനുവിന് എന്ത് തോന്നും? ഞാൻ ഞെട്ടും. അല്ല, ഡൽഹിക്ക് പോകാൻ 2 മണിക്കൂർ മതിയെങ്കിൽ 4 മണിക്കൂറായിട്ട് വിമാനം പറക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അല്ല, ദൂരം കൂടുതലുള്ളവരെയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങനെ സംഭവിച്ചു. പാകിസ്ഥാനിൽ മാലിക് ഷാസിർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അയാൾ വിമാനത്തിൽ ലാഹോറിൽ നിന്ന് കറാച്ചിക്ക് പോകാൻ വിമാനത്തിൽ കയറി. അയാൾ കറാച്ചിക്കാരനാണ്. ലാഹോറിൽ ഒരു ആവശ്യത്തിന് വന്നാണ് തിരിച്ച് കറാച്ചിക്ക് പോകാൻ വിമാനത്തിൽ കയറി. ചെക്കിങ് കഴിഞ്ഞ് വിമാനത്തിൽ കയറി പുള്ളി ഒന്ന് മയങ്ങി. സാറിന് 1 മണിക്കൂർ കൊണ്ട് എത്തുന്നില്ല. പുള്ളി കണ്ണു തുറന്നപ്പോൾ 4 മണിക്കൂറായി, എന്നിട്ടും വിമാനം ഇറങ്ങുന്നില്ല. പുള്ളി ചോദിച്ചത് എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എയർ ഹോസ്റ്റസ് പറഞ്ഞു, നിങ്ങൾ ജദ്ദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അറേബ്യൻ രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ലാഹോറിൽ കറാച്ചി എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിൽ സൗദി അറേബ്യക്ക് പോവുകയാണ്. 1 മണിക്കൂർ എടുത്ത് ലാഹോറിൽ നിന്ന് കറാച്ചിക്ക് പോകേണ്ട ആൾ സൗദിക്ക് പോവുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മൾ എയർപോർട്ടിൽ പോയ അറിയത്തില്ലേ, നമ്മൾ ഡൊമസ്റ്റിക് കയറിയാൽ ഡൊമസ്റ്റിക് വിമാനം അതിൽ കയറി നമ്മൾ ഡൊമസ്റ്റിക് ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങൾ എയർപോർട്ടുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റത് ഇന്റർനാഷണലിലേക്ക് പോകണം. ഇന്റർനാഷണലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പറക്കുന്ന വിമാനങ്ങളിലേക്കാണ്. കൃത്യമായി നമ്മളെ ഗൈഡ് ചെയ്ത് വിടും. അപ്പോൾ ഇപ്പോൾ കൊച്ചിക്ക് പോകേണ്ട ആൾ വിമാനം കയറി കോയമ്പത്തൂർ പോയേക്കാം ചിലപ്പം, സ്വാഭാവികമാണ്. ഡൊമസ്റ്റിക് ടെർമിനലിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധം. പക്ഷേ രണ്ടും 2 കാറ്റഗറിയാണ്. പാകിസ്ഥാനിൽ ഇയാൾ കറാച്ചിക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നേരെ വിമാനത്തിൽ കയറി. പക്ഷെ അത് പോയത് ജിദ്ദയിലേക്കാണ്. അപ്പോൾ നമ്മുടെ മാലിക് ഷാസിൻ്റെ കുഞ്ഞിന് സുഖം ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ലാഹോറിൽ പോയ പുള്ളി പെട്ടെന്ന് കറാച്ചി വീട്ടിൽ കൊച്ചിനെ കാണാൻ വേണ്ടി പോയതാണ്. 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് എത്താമല്ലോ, കുഞ്ഞിന് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ അവിടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ ടാർമാർക്കിൽ 2 വിമാനം കിടപ്പുണ്ടായിരുന്നു. 2 ഒരേ കമ്പനിയുടെയാണ്. എന്നെ അവർ കൊണ്ട് ഇതൊക്കെ കയറ്റി ഞാൻ കയറി, ഞാനിത് ഉറങ്ങി. ഒരേ കമ്പനിയുടെ വിമാനമാകുമ്പോൾ സംശയിക്കുന്നില്ലല്ലോ, ബോർഡൊന്നും ഇല്ലല്ലോ വിമാനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നേരെ കൊണ്ടിറക്കി കയറ്റി. പുള്ളി എവിടെ നിന്ന് ഉറങ്ങി? പുള്ളി നോക്കിയപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്യുന്നില്ല. അപ്പം നോക്കൂ, ഒരു രാജ്യത്ത് എത്ര നിരുത്തരവാദപരമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ. പാകിസ്ഥാൻ എയർലൈൻസിന് അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ വിമാനത്തിൻ്റെ ജനലൊക്കെ തുറക്കാൻ പൈലറ്റ് കേണി വെച്ച് കയറി തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിരുന്നു. മാത്രമല്ല പാകിസ്ഥാൻ എയർലൈൻസ് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാകിസ്ഥാനിലെ എല്ലാ മേഖലകളിലും ഈ കെടുകാര്യസ്ഥതകളുണ്ട്. അത് സൈനിക മേഖലയിലും അങ്ങേയറ്റത്തെ തികഞ്ഞ കെടുകാര്യസ്ഥത പാകിസ്ഥാൻ്റെ പരാജയം ഉറപ്പാക്കുന്ന ഒന്നാണ് ഈ ഷഹീൻ 3യുടെ പരാജയം. അപ്പോൾ ഈ മിസൈൽ വന്ന് വീഴുമ്പോൾ അവിടുത്തെ ജനത ഈ ഭരണകൂടത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടില്ല. പിന്നെ അവർ നാളെ തെരുവിലേക്ക് ഇറങ്ങാനൊക്കെ ഇത് കാരണമില്ല. കാരണം ഇങ്ങനെ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കില്ലേ? കാരണം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, അതങ്ങനെ ഒരു രാജ്യമായിപ്പോയി. അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾ എല്ലാ മേഖലയിലും പ്രക്ഷോഭത്തിലാണ്. സിന്ധിൽ കലാപമാണ്, വസീറിസ്ഥാൻ കലാപമാണ്, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ കലാപമാണ്, ബലൂജ് മേഖലയിൽ കലാപമാണ്.
പാകിസ്ഥാൻ വല്ലാതെ വീർപ്പ് മുട്ടി അരക്ഷിതാവസ്ഥയിലും സംഘർഷത്തിലും നിത്യം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പാകിസ്ഥാൻ നമ്മൾ ഇങ്ങനെ ഇന്ത്യയെ തകർത്ത് കളയും, പാകിസ്ഥാൻ പട്ടാളക്കാരാകെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണെന്നൊക്കെ അസീം മുനീറൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കയ്യിൽ എന്ത് കോപ്പാണ് ഇരിക്കുന്നത്? അവൻ്റെ കയ്യിലിരിക്കുന്ന വെടിക്കോപ്പുകൾ, സൈനിക കോപ്പുകൾ എന്നൊക്കെ പറയുന്നത് സ്വയം പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ വിടുന്നവൻ്റെ നെഞ്ചത്തേക്ക് ബൂമറാങ് പോലെ കറങ്ങി വരുന്ന ആയുധങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, മിസൈൽ ടെക്നോളജി രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പരീക്ഷണ മിസൈൽ തന്നെ ദയനീയമായി അവർ ഏറ്റവും കൂടുതൽ ആഘോഷത്തോടെ കൊണ്ടുവന്നതാണ് അണുവായുധ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായ ഷഹീൻ-3. അതിൻ്റെ ആദ്യ പരീക്ഷണം തന്നെ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അത് ചെന്ന് വീണത് ജനവാസ മേഖലയില്ല. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഒരു വൻ ദുരന്തം ഒഴിവായി. പക്ഷെ അത് വീണിടത്തൊക്കെ വലിയ ഗർത്തമൊക്കെ ഉണ്ടായിരിക്കുക. അതിൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഈ മിസൈൽ തകർന്നു കിടക്കുന്നത്, വലിയ വിമാനം തകർന്നു കിടക്കുന്ന പോലെ അതിൻ്റെ ഭാഗങ്ങൾ കിടക്കുന്നത്. നാശം ഉണ്ടായില്ലെന്നേ ഉള്ളായിരിക്കും, വലിയ നഷ്ടമുണ്ടായിട്ട്, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വാർത്തകൾ പാകിസ്ഥാൻ പുറത്തുവിടുന്നില്ല. ഏതായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മേൽക്കൈയൊന്നുമില്ലാതെ വലിയ നിർണായകമായ സംഭാവനകളൊന്നും കൈവരിക്കാൻ കഴിയാത്ത പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നേരെ വെല്ലുവിളിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ സൈന്യം അത്ര മോശമാണെന്ന് നമ്മൾ പറയുന്നത്. അവരും ഇപ്പം നമ്മുടെ സൈന്യത്തെ പോലെ നിരന്തരം ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈന്യമാണ്. ബലൂജ് മേഖലയിൽ യുദ്ധം, വസീറിസ്ഥാനിൽ യുദ്ധം, എല്ലായിടത്തും പോരാട്ടങ്ങളാണല്ലോ. പോരാട്ടത്തിൽ മൂട്ടിൽ കൊള്ളുകയാണ് പണിയെങ്കിലും അവർക്ക് യുദ്ധം എന്ന് പറയുന്ന പാകിസ്ഥാനിക്കും ഒരു നിത്യ അഭ്യാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ നമ്മൾ വില കുറച്ചൊന്നും കാണണ്ട. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സേനയാണ്. പക്ഷെ ആയുധങ്ങൾ എങ്ങനെയുണ്ട്, വിദേശ ആയുധങ്ങളെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാം എന്ന് നോക്കണം. നമ്മൾ നോക്കട്ടെ, നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ മിസൈലുകൾ, അഗ്നി ആവട്ടെ, പൃഥ്വി ആവട്ടെ, ഇതൊക്കെ പരീക്ഷിക്കുന്ന ഒരു വലിയ വാർത്ത പോലെയല്ല. സാധാരണ സംഭവം നമ്മൾ നിരന്തരം പരീക്ഷിക്കുന്നു, ഇതെല്ലാം വിജയമാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോലും നമ്മൾ പുതിയ മിസൈലുകൾ അതിന് പുതിയ പുതിയ വേർഷൻസ് പരീക്ഷിക്കുമ്പോൾ അത് ചെറിയ വാർത്തകളായി മാറുന്നത് നമ്മളെ സംബന്ധിച്ച് നിത്യാഭ്യാസമാണ്. നമുക്കറിയാം, നമ്മൾ വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന എല്ലാ മിസൈലുകളും വിജയിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് അത് വലിയ വാർത്തയാവാത്തത്. അതേസമയം നമ്മുടെ ഒരു മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടാൽ അത് വാർത്തയാവുന്നുണ്ട്. കാരണം നമുക്കൊരു പിഴവ് പറ്റിയിരിക്കുന്നു. അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാ ജീവനക്കാർക്കും ശമ്പളം കിട്ടുന്നുണ്ട്. 1-ാം തീയതി ശമ്പളം കിട്ടിയത് വാർത്തയാവുന്നില്ല. പക്ഷെ KSRTCയിൽ 1-ാം തീയതി ശമ്പളം കൊടുത്താൽ വാർത്തയാണ്. കാരണം എന്താണ്? അസാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അത്ഭുതങ്ങളിലൊന്നാണ് KSRTCയിലെ ശമ്പളം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ വല്ല മിസൈലും ഒക്കെ പരാജയപ്പെടുന്നത്. അപൂർവങ്ങളായതുകൊണ്ടാണ് വാർത്തയാവുന്നത്. അല്ലാതെ ഇന്ത്യ പരാജയപ്പെട്ടു എന്നതിൻ്റെ സന്തോഷം കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളെടുത്ത് ആഘോഷിക്കുന്നതാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കാരണം നമ്മളെല്ലാം, നമ്മുടെ മിസൈലുകളാവട്ടെ, നമ്മുടെ PSLV സംരംഭങ്ങളാവട്ടെ, എല്ലാം വിജയിക്കുകയാണ്. കാരണം നമ്മൾ ഒറ്റയടിക്ക് 30-40 ഉപഗ്രഹങ്ങൾ വരെ നമ്മൾ ആകാശത്തെത്തിക്കുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളുടെയും സാറ്റലൈറ്റുകൾ ആകാശത്തെത്തിക്കുന്ന ദൗത്യവും നമ്മുടെയാണ്. നമുക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട് ISROയ്ക്ക്. അപ്പോൾ ഏതായാലും പാകിസ്ഥാനിൽ വീണ്ടും ഇന്ത്യ ആക്രമണം നടത്തി എന്ന് ഇന്നലെ 2-3 മണിക്കൂറെങ്കിലും പാകിസ്ഥാനെ പരിഭ്രാന്തമാക്കിയ ഒരു വാർത്തയായിരുന്നു. അതിന് കാരണം പാകിസ്ഥാൻ സ്വന്തം ജനങ്ങൾക്ക് നേരെ സ്വന്തം മിസൈല് വിട്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.